Magic morning. Okay. Magic morning to all. Magic morning. എവിടെ ആരും കാണാൻ പറ്റുന്നില്ല, ഒരു ഓസ്റ്റിൻ സാറ് മാത്രമേ എനിക്ക്. ഓക്കെ, അപ്പൊ വീഡിയോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് മാക്സിമം ഓൺ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് ആയിട്ടുള്ള നമ്മുടെ ഓസ്റ്റിൻ സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് നോ യുവർ ഓൺ ബട്ടൺസ് എന്നാണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച് ഗോപിക, താങ്ക്സ് അലോട്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. എന്തായി, കുറച്ചുപേരൊക്കെ ഓൺ ചെയ്ത് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നോ യുവർ ബട്ടൺസ് എന്നാണ്. ബട്ടൺസ് എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും സ്വിച്ചസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ കുറച്ച് കൺഫ്യൂഷൻ ആയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ അതുകൊണ്ട് സ്വിച്ചിന്റെ പടമൊക്കെ പോസ്റ്ററിൽ വെച്ചത്. ഞാൻ നിങ്ങളോട് ഒരു സിറ്റുവേഷൻ ചോദിച്ചോടെ. നിങ്ങളൊരു ഫ്ലൈറ്റിലേക്ക് കയറുന്നു. അപ്പം ഈ കോ പൈലറ്റിനെയൊക്കെ കാണാൻ പറ്റുന്ന ഫ്ലൈറ്റ് ആണ്. കാര്യം സാധാരണ ഫ്ലൈറ്റിലൊക്കെ ഈ കോ പൈലറ്റും അല്ലെങ്കിൽ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ചെറിയ ഫ്ലൈറ്റ്സിൽ അങ്ങനെയല്ല, നമുക്ക് കാണാം. ഈവൻ നമുക്ക് തുറന്നിരിക്കാറുണ്ട് പലപ്പോഴും നമ്മളൊക്കെ ചെല്ലുമ്പോൾ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് പൈലറ്റും കോ പൈലറ്റും കൂടി പറഞ്ഞ കുറെ സ്വിച്ചസ് ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ കുറെ ബട്ടൺസ് കണ്ടിട്ട് ഇത് എന്തൊക്കെയാണ് ഈ സ്വിച്ചസ്, വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സമയത്താണ് രണ്ടുപേരും കൂടി ആകെ ആശ്ചര്യപ്പെട്ട് ഈ സ്വിച്ചുകളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്ത് സ്വിച്ച് ആണെന്ന് ചോദിക്കുന്ന ഒരു ഫ്ലൈറ്റിൽ പിന്നെ നിങ്ങൾ യാത്ര ചെയ്യോ? അവിടെ ആരെങ്കിലും എസ് ഓ നോ എന്നൊക്കെ പറ. നിങ്ങൾ കയറുമ്പോൾ തന്നെ രണ്ട് പൈലറ്റും പറയണം ഈ സ്വിച്ച് ഏതൊക്കെയാന്നൊക്കെ ചോദിക്കണ ഒരു അല്ലെങ്കിൽ ഒരു ഈ ബട്ടൺസ് ഏതൊക്കെയാന്ന് ചോദിക്കുന്ന ഫ്ലൈറ്റിൽ പിന്നെ നിങ്ങൾ യാത്ര ചെയ്യോ? ഉറങ്ങാണല്ലോ അവരും. നോ. ഓക്കെ, ഷാജിൻ സാർ പറഞ്ഞു. താങ്ക് യു. എന്ന് വെച്ചാല് ഒരു ഫ്ലൈറ്റ് ആണ് പോകുന്നത്. ഇത് താഴെ നിന്നും മുകളിലേക്ക് പൊന്തി കഴിഞ്ഞാൽ പിന്നെ ഒരു അന്തവും ഇല്ല കുന്തവും ഇല്ലാത്തൊരു സാധനമാണ്. സാധനം ലാൻഡ് ചെയ്ത് പലപ്പോഴും ഞാൻ ഇന്നാള് കേട്ടൊരു കോമഡി അല്ല, ഒരു സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. എല്ലാ ആൾക്കാരും പറയും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കാനാണ് ഒരു പൈലറ്റിന്റെ ഏറ്റവും ടെൻഷനുള്ള സമയം ഏതാന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ സാധാരണഗതിയിൽ പറയാറ്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കാനാണ് ഏറ്റവും പാട്. കാര്യം ടേക്ക് ഓഫ് ചെയ്യണേക്കാളും ബുദ്ധിമുട്ടാണ് ഫ്ലൈറ്റ്. ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതില് പൊതുവെ ഉള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ചാല് ഒരു ഫ്ലൈറ്റ് ഏറ്റവും കൂടുതൽ ഒരു പൈലറ്റ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ലാൻഡ് ചെയ്യിക്കുമ്പോഴാണ്. കാര്യം ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വീലെങ്ങാനും പുറത്തേക്ക് വരാതിരിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൊട്ടിപ്പോകുന്നതാണ്. പക്ഷേ ഇന്നാൾ ആരൊക്കെയോ പറയേണ്ടി കിട്ടു, അല്ലെങ്കിൽ കോമൺ ആയിട്ട് അതൊരു സംഭവമാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനാണ് ഒരു പൈലറ്റ് പേടിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്നറിയോ പറഞ്ഞത്? ഈ സാധനം മുകളിലേക്ക് പൊന്തിയാൽ എന്തായാലും താഴേക്ക് ഇറക്കണല്ലോ, ആണോ അല്ലയോ? ഈ സാധനം മുകളിലേക്ക് പൊന്തി കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇറക്കാണ്ട് നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഇത് പൊന്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം താഴേക്ക് ഇറക്കണം. അപ്പൊ അതുകൊണ്ട് പൈലറ്റിന് ശരിക്കും പേടി ഈ സാധനം പൊക്കുമ്പോഴാണ് താത്തുമ്പോ അല്ല എന്ന് പറയും. കാര്യം പൊക്കി കഴിഞ്ഞാൽ എന്തായാലും താഴ്ത്തണം. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് നമ്മള്. പിന്നെ ഫ്ലൈറ്റിന്റെ കാര്യം തന്നെ കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളൊരു ഫ്ലൈറ്റില് ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇവരിടുന്നത്. ലൈക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ സ്പീഡ് നോക്കിയിട്ട് പൊങ്ങാനുള്ള സ്വിച്ച് കൊടുക്കണം. അതിന് പൊന്തി കഴിഞ്ഞ് ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്വിച്ച് മാറണം. അങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാല് ചിലപ്പോൾ ഒരു 4, 5, 10 മണിക്കൂറൊക്കെ യാത്രയുണ്ടല്ലോ. അപ്പം US-ലേക്കാണെങ്കിൽ 12 hours റൺ ചെയ്യണം. അപ്പൊ ഈ സമയത്ത് ഇതൊരു ഓട്ടോ പൈലറ്റ് മോഡാണ്. ഞാനിത് ഇത്രയും വ്യക്തമായിട്ട് പറയാൻ കാരണം വെച്ചാല് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കമ്പനി സൗത്ത് സുഡാനിലേക്ക് ഒരു ഓർഡർ കിട്ടി. സൗത്ത് സുഡാൻ റിപ്പബ്ലിക് ആവുന്ന സമയമായിരുന്നു. അപ്പൊ അവിടേക്കുള്ള കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റും ഞങ്ങളുടെ ദുബായിലുള്ള കമ്പനിയിൽ പോകുന്നത്. അപ്പം ഇതൊരു കാർഗോ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു ടെക്നീഷ്യനെ എക്യുപ്മെന്റ്സ് മാത്രമേ ഉള്ളൂ, പണിക്കാർ അവിടെ നിന്ന് ഉണ്ടാവും. പക്ഷെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു ടെക്നീഷ്യൻ ഇവിടുന്ന് സൗത്ത് സുഡാനിലേക്ക് പോകുന്നത്. അപ്പൊ അന്ന് അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഈ കാർഗോ ഫ്ലൈറ്റില് ഒരു പയ്യനെയും കൂടി കയറ്റി വിടാന്ന് പറഞ്ഞു. നോർമലി കാർഗോ ഫ്ലൈറ്റ് അറിയാലോ, നമ്മുടെ ഫ്രണ്ടിലുള്ള പൈലറ്റിന് മാത്രമേ സീറ്റ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഒരു ചെറിയ സീറ്റ് എങ്ങാനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഈ പയ്യനെ ഞങ്ങൾ അതിനകത്ത് കയറ്റി വിട്ടു. ഇവൻ പറഞ്ഞ കേസ് വെച്ചാൽ ഈ ഫ്ലൈറ്റ്
ഫുജേറയെന്നാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. ഫ്ലൈറ്റ് പൊന്തി ടോപ്പ് ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത്, അപ്പൊ അതുവരെ ഞാനാണ് ഇവരെ വിടാനുള്ള സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പൈലറ്റ് ഒക്കെ പോകുന്നത് ഞാൻ കണ്ടതാ. അപ്പൊ അവർ ഫുൾ സൂട്ടും എന്താ പറയാ അവരുടെ പൈലറ്റിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാന്റൊക്കെ ഇട്ടിട്ട് പെട്ടിയൊക്കെ കൊണ്ടിട്ടാണ് പോകുന്നത്. ഈ സാധനം മുകളിലെത്തി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവര് ഈ സാധനം ഒരു മോഡുണ്ട്, ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഫ്ലൈറ്റിനെ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റിയിട്ട് ഇയാള് പറഞ്ഞു വെച്ചാല് ഇവന്മാര് രണ്ടുപേരും കോക്പിറ്റിൽ നിന്ന് പുറത്തു വന്നു. ഇവൻ പുറത്തിരിക്കുന്നുണ്ട്, കോക്പിറ്റിൽ നിന്ന് പുറത്തു വന്നിട്ട് ഒരു സിഗരറ്റ് ഒക്കെ എടുത്തിട്ട്, നമ്മൾ വിചാരിക്കും ഫ്ലൈറ്റിൽ സിഗരറ്റ് വലിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഇവര് രണ്ടുപേരേ ഉള്ളൂ, ഇവര് 3 പേരേ ഉള്ളൂ, വേറെ കോ പാസഞ്ചേഴ്സ് ഒന്നുമില്ല. ഇയാള് സിഗരറ്റ് ഒക്കെ എടുത്തിട്ട് ഇവര് വർത്താനം പറഞ്ഞിരിക്കാണ്. ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് അത്രയും കിലോമീറ്റർ. ഇവൻ ആദ്യം ഇവനൊന്ന് കിളി പോയി. കാര്യം ഇവരെന്താ വെച്ചാൽ നേരെ ഈ പൈലറ്റ് റൂമിൽ നിന്ന് പുറത്തു വന്നു, കോ പൈലറ്റിന്റെ ആ ഇരിക്കുന്ന കോക്പിറ്റിൽ നിന്ന് പുറത്തു വന്നു, ഷർട്ട് ഊരി, പാന്റ് ഊരി, എന്നിട്ട് ഒരു ബർമൂഡ മാത്രം ഇട്ട് 2 സിഗരറ്റ് വലിച്ചിട്ടാണ് ഇവർ ഫ്ലൈറ്റ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് പറന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്ലൈറ്റിനൊക്കെ ഒരു ഓട്ടോ പൈലറ്റ് മോഡ് ഉണ്ട്. ഇത് തന്നെ ഫ്ലൈ ചെയ്തോളും. കാര്യം ഇത് ഇത്രായിരം അടിയിൽ ഇത്രയും പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റോട്ടിൽ ഓടിക്കുന്ന പോലെ ഒന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ മാറ്റിവിടാനും തിരിച്ചുവിടാനും ഒന്നും വേണ്ടല്ലോ. ശരിക്കും അങ്ങനെ വേണമെന്നൊക്കെയാണ് പറയാ. കാര്യം ചിലപ്പോൾ ഏതെങ്കിലും ഫ്ലൈറ്റ് ദിശ മാറി ഒന്ന് നോക്കിയില്ലെങ്കിൽ കത്തും. പക്ഷെ മിക്കവാറും ഫ്ലൈറ്റ്സ് എല്ലാം ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് പോകുന്നത്, ഒരു സർട്ടൻ അടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. അപ്പോ ഞാൻ ഈ നോ യുവർ ബട്ടൺസ് അല്ലെങ്കിൽ നോ യുവർ സ്വിച്ചസ് എന്ന് പറഞ്ഞതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാല്, നമ്മളെല്ലാവരും ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഇപ്പോ റൺ ചെയ്യണത്. ആണോ അല്ലയോ? നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം കാര്യങ്ങളും ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും സങ്കടവും വിഷമവും ഒക്കെ വരുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ ഒരു ശക്തിയും ഒന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പൈലറ്റിന്റെ ഒക്കെ ഒരു പടം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്ട്രെങ്ത് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടുപോകുന്നതിന്റെ ഒക്കെ ഒരു റീസൺ അതാണ്. ഞാനൊരു ജസ്റ്റ് ഒരു ഇതാണ്, ഇതൊരു ഫ്ലൈറ്റിന്റെ ഒരു കോക്പിറ്റ്. ഇതാണ്, കാണാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണ്. ഇതൊരു കോക്പിറ്റ് ആണ്. ഇത് നോക്കി നിങ്ങൾ ഒരുപാട് സ്വിച്ചസും ഒരുപാട് ഡയറക്ഷൻസും ഒക്കെ ഇതിനകത്തുണ്ട്. നിറയെ സ്വിച്ചാണ്, തലയ്ക്ക് മുകളിലും താഴെയും ഒക്കെയുണ്ട്. ഈ സ്വിച്ചസ് ഒന്നും അറിയാത്ത ഒരാളാണ് ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കണമെങ്കിൽ നമ്മുടെ കാര്യത്തിൽ, അതായത് പാസഞ്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ്, നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി ഇത് ചെയ്യുള്ളൂ. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ എൻവയോൺമെന്റില് നമുക്കൊരു കൺട്രോൾ വേണം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഈ നോ യുവർ ബട്ടൺ എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഞാൻ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്നോട് എടുത്ത് ഒരു അഡ്വൈസിനൊക്കെ വരുമ്പോൾ പറയാറുള്ള കാര്യം വെച്ചാല്, ഇപ്പം ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയില് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ അമ്മായിയമ്മ, ഇവരൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാര് നിങ്ങളോട് മോശമായിട്ട് പെരുമാറുകയും നിങ്ങളെ ചീത്ത വിളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരോട് റെസ്പോണ്ട് ചെയ്യാറ്? 1-2 പേരെങ്കിലും, അതായത് നിങ്ങൾക്ക് അനുചിതമായ രീതിയിൽ അവർ നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു പ്രതികരിക്കാറ്? ആരെങ്കിലും 1-2 പേര് പറയാവോ? അതായത് നിങ്ങൾ നല്ല ഡീസന്റ് വ്യക്തിയായിരിക്കും, പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വല്ലാണ്ട് ചൊറിയാൻ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക? കഴിവതും സൈലന്റ് ആയിട്ടിരിക്കാൻ നോക്കും സാർ. സൈലന്റ് ആയിട്ടിരിക്കാനാണ് നോക്കാറ്. ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്താലോ? തിരിച്ചു പറയാൻ പറ്റുന്നവരോടാണെങ്കിൽ ഇത്തിരി തിരിച്ചു പറയും, ഇല്ലെങ്കിൽ പറയത്തില്ല. ഇല്ലെങ്കിൽ പറയത്തില്ല. ഓക്കെ, വേറെ ആരെങ്കിലും? നിങ്ങൾ ബസ്സിൽ കയറി പൈസ കൊടുത്തു, ആ കണ്ടക്ടർ നിങ്ങളെ തെറി വിളിക്കാൻ 500 രൂപ നോട്ടാണ് രാവിലെ കൊണ്ട് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിച്ചു.
നിങ്ങൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? ദേഷ്യം വരും. ഓക്കെ. തെറിക്കും. പൊട്ടിത്തെറിക്കും. നമ്മൾ തിരിച്ചും പൊട്ടിത്തെറിക്കും ഇല്ലേ? അതെ, തിരിച്ചും. പറയുമ്പോ തീർച്ചയായും ഭയങ്കര ഡീസന്റ്. വ്യക്തികളാകുമ്പോ പറ്റില്ല. കേട്ടില്ല, എന്താ പറഞ്ഞേ? ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ അടുത്ത് നമ്മളെ മനസ്സിലാക്കാതെ സംസാരിച്ച് നമ്മൾ ശരിക്കും പൊട്ടിത്തെറിക്കും പറയാം. ശരിക്കും പൊട്ടിത്തെറിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളെ മനസ്സിലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പൊട്ടിക്കും. അത് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മള് തിരിച്ചു പ്രതികരിക്കും. അപ്പൊ ഞാൻ പല ആൾക്കാരോടും സംസാരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പേഴ്സണലി അഡ്വൈസിനൊക്കെ വരാറുണ്ട്. സോറി, ആൾ ഇങ്ങനെ സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ കേസ് വെച്ചാല്, സോറി, ഞാൻ ശരിക്കും നല്ല കുട്ടിയാണ്, പക്ഷെ എന്റെ അടുത്ത് അലമ്പുണ്ടാക്കാൻ വന്നാൽ ഞാൻ അലമ്പുണ്ടാക്കും, അല്ലെങ്കിൽ എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, നമ്മള് വി ആർ കൺട്രോൾഡ് ബൈ അവർ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളും കൊണ്ട് കൺട്രോൾ ആവുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സങ്കടകരമായ ഒരു കാര്യം. നമുക്ക് നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾ അനുകൂലമായി ചിരിക്കും, സന്തോഷത്തോടെ ഇരിക്കും. പക്ഷെ അനുകൂലമല്ലാത്തൊരു സാഹചര്യം വന്നാൽ നമ്മൾ പൊട്ടിത്തെറിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എത്ര പേര് ഓർക്കണമെന്ന് അറിയില്ല. ശ്രീബുദ്ധന്റെ ലൈഫിൽ അറിയാലോ, ശ്രീബുദ്ധന്റെ കസിനെയാണ് ശ്രീബുദ്ധന്റെ പിൻഗാമി ആക്കുമെന്ന് ശ്രീബുദ്ധൻ ആളുകളൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പൊ അതാക്കാതെ കഴിഞ്ഞപ്പോ ശ്രീബുദ്ധനോട് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. ഇയാൾ എവിടെ പോയി കഴിഞ്ഞാലും ഇദ്ദേഹത്തെ തെറി വിളിക്കും, എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും, ഇദ്ദേഹത്തെ കൊല്ലാൻ നോക്കുന്നു, കല്ലുരുട്ടിയിടുന്നു. പക്ഷെ ശ്രീബുദ്ധന് ഒരു വ്യത്യാസവുമില്ല. ശ്രീബുദ്ധന്റെ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ശ്രീബുദ്ധൻ ഈ എൻവയോൺമെന്റ്, ചുറ്റുപാടുകളുമായിട്ട് അദ്ദേഹത്തിന്റെ ലൈഫിനെ ബാധിക്കാനായിട്ട് അദ്ദേഹം അനുവദിച്ചില്ല എന്നുള്ളതാണ്. അതായത് പുറമെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ ഉള്ളിൽ ഞാൻ ശാന്തനാണ്, എൻ്റെ ഉള്ളിൽ ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആണ്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു ശക്തമായ ഒരു കൺട്രോൾ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് ശ്രീബുദ്ധനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചത്. അപ്പൊ നമ്മള് എപ്പോഴും നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ലൈഫിലേക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുറത്തുള്ള എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലെ ഫോക്കസ് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ സ്വിച്ച് അതനുസരിച്ച് മാറ്റണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു ഒരു കാര്യം അതാണ്. ഇന്നലെ എന്റെ സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അവൾ റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്, വീട്ടിലെ പ്രശ്നമാണ്, മക്കള് എന്താ പറയാ, ഒരു കുട്ടിയുണ്ട്, വെക്കേഷനാ വരുന്നത്, അപ്പൊ കുട്ടീനെ ആക്കാൻ സ്ഥലമില്ല, അമ്മായിമ്മ പ്രശ്നം ഉണ്ടാക്കുന്നു, ഹസ്ബൻഡ് നമ്മളെല്ലാം നല്ല കാര്യം ചെയ്തിട്ട് ഹസ്ബൻഡ് നമ്മളെ വിളിച്ച് വഴക്ക് പറയുന്നു, എന്താണ് ഇപ്പൊ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. എൻ്റെ ഫാമിലിയില്, എൻ്റെ സ്വന്തം ഫാമിലിയില് അവന്റെ അനിയൻ എന്തോ ഷുഗറിന്റെ പ്രശ്നമുണ്ട്, അവളെ അച്ഛന് വയ്യ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അത് നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിന്റെ തന്നെ പ്രതിഫലനമാണെന്ന് എത്ര പേർക്കറിയാം? നിങ്ങളുടെ ചുറ്റുപാടുകൾ ദാരിദ്ര്യപൂർണമാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളില് ഭയങ്കരമായിട്ട് ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുപാടുകളിലും ആളുകൾ നിങ്ങളോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ തന്നെ നിങ്ങളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടക്കുറവുണ്ടാവും, നിങ്ങളോട് ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ചുറ്റുപാടുകളെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ പല സ്വിച്ചുകളുമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റും? നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു സത്യം മനസ്സിലാക്കിയാണല്ലോ നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് ഒരു സങ്കടമോ ദേഷ്യമോ വരില്ല. ചുറ്റുമുള്ള, അപ്പൊ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ സീരിയസ് പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഇഷ്യൂസിലൂടെ ഒക്കെ നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെടണം, പേഴ്സണൽ ലൈഫിലല്ല, എനിക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സ്വിച്ചസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെ കൃത്യമായിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നലെ ഞങ്ങൾക്കൊരു പട്ടികജാതി വർഗ കമ്മീഷന്റെ അടുത്ത് ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല്, അഫർമേഷൻ, നിങ്ങളൊക്കെ സ്ഥിരം അഫർമേഷൻ പഠിക്കുന്നതാണ്, പക്ഷെ എത്ര പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്? അപ്പൊ പട്ടികജാതി കമ്മീഷന്റെ അടുത്ത്
ഞങ്ങൾ പഠിപ്പിച്ചു വിട്ട കുറച്ച് കുട്ടികളാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തത് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ട് കേസ് കൊടുത്തതാണ് സത്യത്തിൽ. കാരണം അവരെ പഠിപ്പിച്ച കാശ് 3 വർഷമായിട്ട് സർക്കാർ തരാതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു പട്ടികജാതി ഗോത്ര കമ്മീഷനിൽ കേസ് കൊടുക്കുക. അപ്പൊ അവര് പ്രഷറൈസ് ചെയ്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് പൈസ തരാണെങ്കിൽ നിങ്ങളെ പിള്ളേരെ പഠിപ്പിക്കുന്നു. സത്യത്തില് ആ കേസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ആ കുട്ടികളെ ഫീസ് മൊത്തം ഞങ്ങൾ കടം വാങ്ങി അടയ്ക്കുകയും ആ കുട്ടികളെ എക്സാം എഴുതിക്കുകയും എന്നാ പിള്ളേർ വിദേശത്തും നാട്ടിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന പാരന്റ്സ് ആണ്. പക്ഷെ അവര് ഇങ്ങനെ പറയണ്ടായിരുന്നു നിങ്ങൾ അവർക്ക് പൈസ കിട്ടാനുണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ എത്തണ വരെ ഈ ഒരു പ്രോഗ്രാം തീരുന്ന വരെ ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. ഞാൻ ഇവരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവര് ഇനി എന്താണാവോ കമ്മീഷന്റെ അടുത്ത് പറയാ, ഞങ്ങൾക്ക് പൈസ തന്നില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഞങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ചുറ്റുപാടുകളും പ്രശ്നഭരിതമാണ്. അവിടെ ആൾക്കാരെ വിളിച്ച് വഴക്ക് പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങളോട് ആ അഫർമേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും ബെസ്റ്റ് അഫർമേഷൻസ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പാണ്. ഞാനിങ്ങനെ എന്റെ മനസ്സിൽ തന്നെ പറഞ്ഞു, ഐ ആം ഓസ്റ്റിൻ, ഓൺലി ഗുഡ് തിങ്സ് ആർ ഹാപ്പനിങ് ടു മീ. അതായത് എന്റെ പേര് ഓസ്റ്റിൻ എന്നാണ്, എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ആ സ്വിച്ച് അറിയാം. ഞാൻ ആ സ്വിച്ച് അങ്ങ് ഓണാക്കി. അതായത് ഈ സിറ്റുവേഷൻസ് ഇങ്ങനെ മോശമാണ്, അല്ലെങ്കിൽ ആളുകളെ പ്രശ്നമുണ്ട്. അപ്പോ ഞാൻ എന്റെ സ്വിച്ച് ഓണാക്കി എന്ത് വെക്കേ, ഐ ആം ഓസ്റ്റിൻ, ഓൺലി ഗുഡ് തിങ്സ് ആർ ഹാപ്പനിങ് ടു മീ. എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. ഞാനിതിങ്ങനെ അവിടെ ആൾക്കാർ ഇരിക്കുന്നു, മറ്റേ ഞങ്ങൾ 7ാമത്തെയാണ്. അപ്പോൾ വേറെ ആൾക്കാരെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഐ ആം ഓസ്റ്റിൻ, ഓൺലി ഗുഡ് തിങ്സ് ആർ ഹാപ്പനിങ് ടു മീ. എനിക്ക് ഒരു പ്രശ്നം വരില്ല. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, ഒന്നും സംഭവിക്കില്ല. അത് കഴിഞ്ഞ് കമ്മീഷൻ അവർ ഞങ്ങളെ വിളിച്ച് സംസാരിച്ച സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കാര്യം പൈസ സർക്കാർ ഞങ്ങൾക്ക് തരാനുള്ളത്, ഇവർക്ക് കുറച്ച് സ്റ്റൈഫന്റെ ഇനത്തിൽ നമ്മൾ പൈസ കുറച്ച് കൊടുക്കാനുണ്ട്. പക്ഷെ ഈ പാരന്റ് കമ്മീഷന്റെ അടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം, അപ്പോൾ ഇങ്ങനെയാണ്, അപ്പൊ പൈസ കിട്ടാനുണ്ട്. അപ്പൊ ജില്ലാ വികസന ഓഫീസർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ ഓൾറെഡി ഡയറക്ടറേറ്റിലേക്ക് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ഭാഗത്തു നിന്നെല്ലാം മൂവ് ചെയ്തിട്ടുണ്ട്, സർക്കാരിന് ഫണ്ട് വന്ന ഉടനെ ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ കുട്ടികളുടെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന വിചാരിച്ച അച്ഛൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, സാറേ ഞങ്ങളുടെ മക്കളൊക്കെ രക്ഷപ്പെട്ടു, ഞങ്ങളുടെ മക്കളൊക്കെ വിദേശത്തും നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. ഇപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ട് തന്നെ 4-5 വർഷമായി. അപ്പൊ ഇവർക്കുള്ള പൈസ കൊടുക്കാനുള്ള നടപടി സാർ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് ആ പാരന്റ് പറഞ്ഞു. അപ്പൊ അതുവരെ എന്നെ ഭയത്തിലുണ്ടായിരുന്ന എന്റെ സിറ്റുവേഷൻസ്, എന്റെ സാഹചര്യം കറക്റ്റ് എനിക്ക് വളരെ അനുകൂലമായിട്ട് അവിടെ മാറ്റപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ പ്രശ്നമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. വില്യം ഏണസ്റ്റ് ഹെൻലി എന്ന് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞത്, യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ ഫെയ്ത്ത്, ദ ക്യാപ്റ്റൻ ഓഫ് യുവർ സോൾ എന്നാണ്. എന്താണ്? യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ ഫെയ്ത്ത് ആൻഡ് ദ ക്യാപ്റ്റൻ ഓഫ് യുവർ സോൾ എന്ന് വെച്ചാൽ നിങ്ങളാണ് നിങ്ങളുടെ വിധിയുടെ മാസ്റ്റർ. വിധി എന്ന് പറയുന്നതൊന്നുമില്ല. നിങ്ങളുടെ ജീവിതം എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ സോളിന്റെ ക്യാപ്റ്റനും നിങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കേണ്ടതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അപ്പൊ അതിന് നമ്മുടെ ലൈഫിൽ ഒരു 3-4 ബട്ടൺസ് നമ്മൾ അറിഞ്ഞാൽ മതി. ഒന്നാമത്തെ ബട്ടൺ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൈൻഡ് സെറ്റ് ബട്ടൺ ആണ്. നിങ്ങൾ കാണുന്ന പോലെ ഞാൻ 3 ബട്ടൺസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് മൈൻഡ് സെറ്റ് ബട്ടൺ, ഒന്ന് ഹാബിറ്റ് ബട്ടൺ, 3 ഇമോഷണൽ സ്റ്റേറ്റ് ബട്ടൺ ആണ്. ഈ മൈൻഡ് സെറ്റ് ഹൗ യു വി ചലഞ്ചസ് എന്നാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് ബട്ടൺ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചലഞ്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ചലഞ്ചിനെ കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കിയതാണ്, നിങ്ങൾക്കും പ്രാക്ടിക്കൽ ആക്കാന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു പ്രതിസന്ധി, പ്രശ്നങ്ങൾ നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നടക്കാതെയാവും, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളോട് പറയാറ്? ആരെങ്കിലും 1-2 പേര് ഷെയർ ചെയ്യാറോ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ എത്ര ചെയ്തിട്ടും നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോട് നന്നായിട്ട് പെരുമാറുന്നില്ല, ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ എത്ര വിചാരിച്ചിട്ടും ചിലപ്പോ കടമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴായിരിക്കും ഒരു വലിയ പ്രതിസന്ധി വന്ന് പിന്നെയും കുറെ പൈസ വേണ്ടി വരുന്നു.
അതല്ലെങ്കിൽ നമ്മൾ വളരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന സമയത്ത് അസുഖങ്ങൾ വന്ന് ആശുപത്രി കയറേണ്ടത് വന്നു. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നോർമലായിട്ട് പോകുമ്പോൾ ചെറിയൊരു ആക്സിഡന്റ് വന്ന് ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളോട് തന്നെ അല്ലെങ്കിൽ ആളുകളോട് എന്താ പറയാറ്? ആരെങ്കിലും 1-2 പേര് ഷെയർ ചെയ്യാമോ? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്താ പറയാ? നിങ്ങൾ പറയുന്നത് പറഞ്ഞാൽ മതി കേട്ടോ. എന്ത് പറയണം എന്നുള്ളതല്ല, ആർക്കൊന്നും പറയാൻ. നിങ്ങൾക്ക് പ്രതിസന്ധി വരാറില്ലേ? എന്താണിത്? ഇതും കടന്നു വരാറുണ്ട്. പോകുന്നതാണ്. ഇത് കടന്നു പോകുന്നതാണ് മണിസാറ് പറയാറോ അതോ പറയാൻ ആഗ്രഹിക്കുന്നതോ? ആഗ്രഹിക്കുന്നതാണ് സംഗതി, അത് ഫേസ് ചെയ്യാന്നുള്ളതാണ്. ആ, അതാണുള്ളത്. നിങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ മാത്രം മതി. റിയൽ ആയിട്ട് എന്താ ചെയ്തത്? ഒരു പ്രശ്നം വരുന്നു, പെട്ടെന്ന് ഒരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്നു, പെട്ടെന്ന് ഒരു അസുഖം വരുന്നു, എന്തായിരിക്കും നമ്മുടെ നോർമൽ റെസ്പോൺസ്? എന്തായിരിക്കും? കുറെ പേരുണ്ടല്ലോ, ടെൻഷനാവും. ഷൈനി മാം എന്താ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ആലോചിക്കും. എന്താ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നതെന്ന് ആലോചിക്കും. ഓക്കെ, പ്രശ്നങ്ങൾ വരുന്നത് എന്ന് ആലോചിക്കും. എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ഒരു ടെൻഷൻ കാണും. പിന്നെ മാറിപ്പോകും ചിന്തിക്കും. ഈ വന്ന കാര്യം എന്തായിരുന്നാലും കുറച്ച് ദിവസം നിൽക്കും, പിന്നെ അങ്ങ് മാറിപ്പോകും. പിന്നെ അതിനെ എന്ന് ഓവർ ചിന്തിക്കും. വേണം എന്നിങ്ങനെ മൈൻഡിനെ കൊണ്ട് പറയിപ്പിച്ച് റെഡിയാക്കി എടുക്കുക. അത് കുറച്ച് പാടാണ്. ആ, അത് ബി മാജിക്കിൽ വന്നതിന്റെ ഗുണമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. വേറെ ബി മാജിക് സാധാരണ ഇതിൽ എന്തൊക്കെ ചെയ്യും? ഈ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. വേറെ ആരെങ്കിലും? എല്ലാരും കഴിഞ്ഞോ? ടെൻഷൻ അടിക്കും സാറേ. എങ്ങനെ ടെൻഷൻ മാനേജ് അടിക്കും. ചെയ്യും? പ്രത്യേകിച്ച് ഫിനാൻസ് കയ്യിലില്ല എങ്കിൽ നമ്മൾ ആരോട് മേടിക്കും, ചോദിക്കും, ആര് തരും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ വരും. ടെൻഷൻ വരും. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ആരെങ്കിലും? വേറെ ആരെങ്കിലും റിയലിസ്റ്റിക് ആയിട്ട്? ഓക്കെ, ബാക്കി എല്ലാവരും ഉറക്കത്തിലാന്ന് വിചാരിക്കുന്നു. എനിവേ, കുഴപ്പമില്ല. സാധാരണയായിട്ട് നമ്മൾ പറയുക ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒന്ന് സേവ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അങ്ങനെ വെക്കായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചെയ്തു തുടങ്ങും. പക്ഷെ അത് 1 മാസത്തിനുള്ളിൽ തന്നെ പാളിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ടിരിക്കുക. വെരി ഗുഡ് പ്രവിത, താങ്ക് യു സോ മച്ച്. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. ഓക്കെ ഓക്കെ. നോർമലി നമ്മളുണ്ടല്ലോ, എന്ത് പ്രശ്നം വരുന്ന സമയത്ത് ആദ്യം ചിന്തിക്കാന്ന് അറിയോ? നിങ്ങൾ ഈ പറഞ്ഞതൊന്നും കറക്റ്റ് ആണ്, എന്നാൽ അതിൽ കൂടുതൽ ചിന്തിക്കാന്ന് അറിയോ? വിധിയെ Why me? പഴിക്കുന്നതാണ്. വിധിയെ പഴിക്കുന്നതാണ് പറയാ. ആണ്. മണി സാർ എന്താ ആദ്യം പറയുന്നത്? വൈ മീ എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് ഞാൻ? ദൈവം, എനിക്ക് മാത്രം എന്തേ പരിപാടി? ഞാൻ മാത്രം എന്താ ഇങ്ങനെ? അവൻ എന്തൊരു സുഖമായിട്ട് ജീവിക്കണേ, ഞാൻ മാത്രം ഒരു വഴിക്ക് പോകുമ്പോ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് ബട്ടൺ ഞാൻ നിങ്ങൾക്ക് തരാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, ലൈഫ് വേറെ ലെവലാവും. നിങ്ങൾക്ക് എന്ത് പ്രശ്നമോ പ്രതിസന്ധിയോ വിഷമോ ടെൻഷനോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട്, ഇപ്പൊ നേരത്തെ ഷൈനി മാം ഒക്കെ പറഞ്ഞത് മാറുമെന്നൊക്കെ വിശ്വസിക്കുമെന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഇതിന്റെ പിന്നിലെ നന്മയെ എനിക്ക് കാണിച്ചു തരണേ. വെറുതെ ഇങ്ങനെ മനസ്സിനോട് പറയാ. ഒരു പ്രശ്നം വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, ദൈവം ഇതിന്റെ പിന്നിൽ എന്തോ ഒരു നന്മ നീ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതെനിക്കൊന്ന് കാണിച്ചു തരണേ. ഷോ മീ ദ ബ്ലെസ്സിങ്സ് ബിഹൈൻഡ് ദിസ്. കാര്യം ഒന്നും പ്രത്യേകിച്ച് റിവീൽ ചെയ്ത് തരില്ല, ഏതെങ്കിലും ഒന്ന് റാപ്പ് ചെയ്ത് തരുള്ളൂ. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ മൈൻഡിന്റെ, നമ്മുടെ ഫോക്കസ് നമ്മൾ മാറ്റിയിട്ട് നമുക്കുള്ളൊരു വലിയ പ്രശ്നത്തെ അല്ലെങ്കിൽ വലിയൊരു ഗിഫ്റ്റിനെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് റാപ്പ് ചെയ്ത് തന്നിരിക്കണം. കാര്യം വെച്ചാല് എന്തിനാ അങ്ങനെ തരണേന്ന് വെച്ചാല്, സാധാരണഗതിയിൽ നല്ലൊരു സാധനം കൊണ്ട് റോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആരും എടുക്കൂല. പക്ഷെ അത് നമ്മള് ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്യുന്നവർക്ക് മാത്രം ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റാണ്. പണ്ട് നിങ്ങൾ ഒരു കഥ കേട്ടിട്ടില്ലേ? ഒരു രാജാവ് ഒരു കാര്യം ചെയ്തു. ഒരു ദിവസം നല്ല നോർമലായിട്ട് പോകുന്ന ഒരു റോഡാണ്. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞിട്ട്, ഒരാളോട്, ഏറ്റവും വിശ്വസ്തനായ ഒരാളോട് പറഞ്ഞിട്ട്, ഒരു കെട്ട് സ്വർണം, അതായത് ഒരു കിഴി നിറച്ച സ്വർണം ഒരു റോഡിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചു. വലിയൊരു കല്ലുരുട്ടി വെച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ആളുകള് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. അതായത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരുന്ന റോഡാണ്, പെട്ടെന്ന് അതിന്റെ നടുക്കൊരു വലിയ കല്ലിരിക്കുന്നു. ആളുകൾ ഈ കല്ലാറാണ് അവിടെ കൊണ്ടുവച്ചു, അവനൊക്കെ ചവിട്ടി കൂട്ടാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ കല്ലിന്റെ സൈഡിൽ കൂടെ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ. അപ്പൊ രാജാവ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാണ് ഇത് നോക്കുന്നത്. അതായത് ഒരാൾ പോലും ആ കല്ലിനെ മാറ്റാനുള്ള ഒരു എഫേർട്ട് എടുക്കുന്നില്ല.
അവർ ഈ കല്ല് വെച്ചവനെയും കല്ല് കൊണ്ട് ഇട്ടവനെയും ഒക്കെ തെറി വിളിച്ചിട്ട് കടന്നുപോയിപ്പോ ഒരു മനുഷ്യൻ ആ വഴി വന്നു. അദ്ദേഹം നോക്കിയപ്പോ അയ്യോ കഴിഞ്ഞ ദിവസമൊക്കെ നന്നായിട്ട് പോരുന്ന ഒരു വലിയ കല്ലിരിക്കുന്നു. പുള്ളി അതൊന്ന് തള്ളാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. പുള്ളി അടുത്ത വീട്ടിലൊക്കെ പോയി ഒരു പാരയൊക്കെ കൊണ്ടുവന്ന് ഇതിന്റെ അടിയിൽ കുത്തി പതുക്കെ, കാര്യം ഇത് ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഈ കല്ല് പുള്ളി ഒരു കണക്കിന് ഉരുട്ടി ആ സൈഡിലേക്ക് മറിച്ചിട്ടു. അയാളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നോക്കുമ്പോ ഈ കല്ലിന്റെ അടിയിൽ ഒരു ചെറിയ കിഴിക്കെട്ട് കിടക്കുന്നു. അദ്ദേഹം അത് എടുത്തു നോക്കി കഴിഞ്ഞപ്പോ അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ഇയാൾ ആകെ അത്ഭുതത്തോട് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം രാജാവ് വേഷപ്രച്ഛന്നരായിട്ട് ഭൃത്യന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ഇത് ആരെ പിടിക്കണെന്നുള്ളത്. ഇദ്ദേഹം ഈ പൈസ എടുത്തപ്പോ തന്നെ ഒരാൾ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് രാജാവിന്റെ അടുത്ത് നിന്നു. രാജാവ് ഇദ്ദേഹമാണ് ചെയ്തത്. അപ്പൊ രാജാവ് പറഞ്ഞു, നീ ആ പൈസ എടുത്തോ, ആ സ്വർണ്ണനാളെ നിനക്കുള്ളതാണ്. കാര്യം ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് ഏറ്റെടുത്ത് അതിനെ ചെയ്യുന്നവരാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്കുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറയുന്നത് വെച്ചാൽ ഇതിന്റെ പിന്നില് ഇതിന്റെ അടിയില് ഒരു ഗിഫ്റ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദൈവമേ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് ഷോ ചെയ്യണേ എന്നുള്ളതാണ്. അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് ബട്ടൺ നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ് ബട്ടൺ ആണ്. നമുക്കറിയാം നമ്മൾ എന്താണെന്നുള്ളത് നമ്മുടെ ഹാബിറ്റ്സിന്റെ ഫലമാണ്. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ സെൽഫ്, ചേഞ്ച് യുവർ ഹാബിറ്റ് എന്നാണ്. നിങ്ങൾ ഇപ്പൊ എന്താണോ അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ വ്യത്യാസമാണ്. ഇപ്പൊ തന്നെ പല ആളുകളും എന്നോട് ഞാനിപ്പോ ചോദിച്ചപ്പോ ഷൈനി മാം അടക്കമുള്ള ആളുകൾ പറഞ്ഞു വെച്ചാല് എന്താണ് ഇത് കടന്നു പോകും എന്നുള്ളൊരു ചിന്തയുണ്ട്. മണി സാറും പറഞ്ഞു ഇതെന്തായാലും ഇത് കടന്നു പോകും, നല്ലൊരു പ്രശ്നം അല്ലെങ്കിൽ മാറും. ഇങ്ങനെ ചിന്തിക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളെ വളർത്തിയെടുത്തത് ഈ ബി മാജിക് പോലുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഇറ്റ്സ് യുവർ ഹാബിറ്റ്. എല്ലാ ദിവസവും 5:30 എഴുന്നേൽക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഒരുപാട് പേരുടെ ക്ലാസ്സുകൾ കേൾക്കുന്നു, അവരതിനെക്കുറിച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. ഈ ഒരു ഹാബിറ്റ് ലൂപ്പിലേക്ക് നിങ്ങൾ വീണത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പൊ കുറെ പേര് ഇപ്പൊ ഈ സമയം കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ് വരാൻ സാധ്യതയില്ല. അപ്പൊ നമ്മള് അടുത്തൊരു ബട്ടൺ നമ്മുടെ അറിയണമെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്തും നമുക്ക് സാധ്യമാണ് ബൈ റിപ്പീറ്റിംഗ് സംതിങ് എവറി ഡേ. ഹാബിറ്റ് മാറ്റാൻ. ഇപ്പൊ ഇവിടെ പാട്ട് പാടാൻ അറിയാത്തവർ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മുമ്പ്, പാടാൻ അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ഒരു പാട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ എ മന്ത് ഓർ 2 months, ഒട്ടും അറിയാത്തവർ, അല്ലാത്തവർക്കാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച ഉണ്ടാവും. നിങ്ങൾ എല്ലാ ദിവസവും ഒരേ സമയം ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ എ മന്ത് ഓർ 2 months യു ക്യാൻ സിംഗ് ദാറ്റ് സോങ് പെർഫെക്റ്റ്ലി. എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഒരു പാട്ട് പാടി നോക്കും. എത്ര ടഫ് സോങ് ആണെങ്കിലും പാടി നിങ്ങളുടെ ഒരു ഹാബിറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തൊരു സ്കില്ല് നേടാൻ പറ്റും. അത് മാത്രമല്ല, ബുക്ക് വായിക്കാത്ത ആൾക്കാർക്കൊക്കെ ഞാൻ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു ചാപ്റ്റർ വെച്ച് വായിക്കുക. സോ ഇറ്റ് വിൽ ബിക്കം യുവർ ഹാബിറ്റ്. അപ്പൊ അങ്ങനെ നമ്മളൊരു ഹാബിറ്റ് ബട്ടൺ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. മൂന്നാമത്തത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് ബട്ടൺ ആണ്. അതായത് ഞാൻ മൈൻഡ് സെറ്റ് പറഞ്ഞു, നമ്മൾ ഒരു കാര്യം വരുമ്പോൾ ആ കാര്യത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടതെന്ന് തോന്നുന്നു. 2 നമ്മുടെ ഹാബിറ്റ്. ഇപ്പം ഹാബിറ്റിന്റെ കേസ് പറയുമ്പോൾ ജോ ബൈഡൻ അറിയാലോ, ഏറ്റവും വലിയ ടെന്നീസ് പ്ലെയർ ആണ്. സ്കൂൾ ടീമിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്ലെയർ അദ്ദേഹമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റേറ്റ് ബട്ടൺ. ഈ ഇമോഷണൽ സ്റ്റേറ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇമോഷൻസ്, നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഓപ്ര വിൻഫ്രി അറിയാലോ, ഒരു കറുത്തവർഗക്കാരിയാണ്, വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു, അവരെ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെറുപ്പത്തില്. അപ്പൊ അത്രയും ഒരു നെഗറ്റീവ് ഉള്ള ഒരാളാണ്. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ഇഫ് യു കമ്പയർ വിത്ത് എ വൈറ്റ്, ഷീ ഈസ് നോട്ട് ദാറ്റ് മച്ച് ഫെയർ. പക്ഷെ ഇന്ന് ലോകത്തില് അറിയപ്പെടുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഫേമസ് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്ത ആളാണ് ഓപ്ര വിൻഫ്രി. നമുക്കറിയാലോ, ആളുകളൊക്കെ അവരുടെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന കോടീശ്വരന്മാരാണ്. എത്ര കോടി രൂപ വേണമെങ്കിലും തിരിച്ച് ഓപ്ര വിൻഫ്രിക്ക് കൊടുക്കാൻ റെഡിയാണ് അവരുടെ ഷോയിൽ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഓപ്ര വിൻഫ്രിയുടെ അടുത്ത് ഇന്റർവ്യൂ നടത്തുന്നത് വെച്ചാൽ ഹി ബിക്കം സോ ഫേമസ്. അപ്പൊ അത്രയും രീതിയിലേക്ക് ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ ആ ഇമോഷൻസ് ബട്ടൺ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് ഞാൻ വർത്ത് ഇറ്റ് ആണ്, എന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എല്ലാം ഞാൻ എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സിറ്റുവേഷനെ അവർക്കത് ഓവർകം ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ നോ യുവർ ബട്ടൺസ് എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ മൈൻഡ് സെറ്റ് ബട്ടൺ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത് ഒന്നാമത്തെ ആലോചിക്കുക. നമ്മുടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരും, മറ്റുള്ളവർ മോശമായിട്ട് പെരുമാറുമോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത പ്രശ്നമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുന്നത്? നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? നിങ്ങളുടെ ഏത് സ്വിച്ച് ആണ് ഓൺ ചെയ്യുന്നത്? ഹൗ ക്യാൻ ഓവർകം ദിസ് എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ പിന്നിലെ നന്മ എങ്ങനെയാണ് എനിക്ക് കാണിച്ചു തരണേ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗുഡ്. രണ്ടാമതൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? നമ്മുടെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം യുവർ ഹാബിറ്റ്. ആ ഹാബിറ്റ് ഫോം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 3, നമ്മുടെ ഇമോഷൻസിനെ കൃത്യമായി കൺട്രോൾ ചെയ്ത്, ഇമോഷൻസിന്റെ കൃത്യമായ സ്വിച്ചുകളിലൂടെ നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മുടെ ലൈഫ് സക്സസ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു വിജയകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓവർ ടു യു ഗോപിക. ഗോപിയുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു സെഷനായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഡൗട്ട്സോ ക്ലിയർ ചെയ്യാനുള്ള ടൈമാണ്. സോ നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ദെൻ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഹലോ, ആർക്കും ഒരു ഫീഡ്ബാക്ക് ഇല്ല. പറയാനില്ല തോന്നുന്നു. എല്ലാം മനസ്സിലായി. ഷാജിൻ സർ ആ. ട്രേസ് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മാജിക് മോൺ സർ. സാറേ, സാർ പറഞ്ഞ പോയിന്റുകളിൽ ആ പാറ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ വിഷയങ്ങൾ ആ പാറയാണ്. ആ പാറയുടെ അടിയിൽ എന്തായാലും സ്വർണം അല്ലെങ്കിൽ ഗോൾഡ് ഇരിക്കുന്നുണ്ടെന്നുള്ളത് അത്രയും കറക്റ്റ് ആണ്. നമ്മൾ അതിലേക്ക് പ്രശ്നങ്ങളിലേക്കാണ് നോക്കുന്നത്. എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് തന്നെയേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇപ്പൊ ഇന്ന് സാറ് ചോദിച്ചപ്പോ എല്ലാവർക്കും ഉത്തരം നമ്മൾ പരിഹാരത്തിലേക്ക് നമ്മുടെ ഈ ടീമിന് പറ്റുന്നുണ്ട്. മറ്റുള്ളവർക്ക് അത് എല്ലാവരും അയ്യോ പെട്ടുപോയല്ലോ, അല്ലെങ്കിൽ വീണ് പോയല്ലോ, തളർന്നു പോയല്ലോ, ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ആരും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അതിലെ ഏറ്റവും വലിയൊരു വിജയം ഒക്കെ എടുക്കുന്നുണ്ട്. എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അവിടെ വലിയൊരു ഒരു നീക്കിരിപ്പുണ്ട് അവിടെ. അത് ആരോഗ്യ മേഖലയായാലും സാമ്പത്തികമായിട്ടുള്ള മേഖലയായാലും അത് ഉണ്ട് എന്നുള്ളതാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഷാജിൻ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഷാജിൻ സർ, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? എനിക്ക് ഡൗട്ട്സോ കാര്യം എന്തെങ്കിലുമൊക്കെ ചോദിക്കട്ടെ, അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഓസ്റ്റിൻ സാർ വളരെ നല്ല ക്ലാസ്. സാർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നോർമലി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മള് സാറ് പറഞ്ഞ പോലെ ബി മാജിക്കില് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിന്ന് തിരിച്ച് ചിന്തിക്കാൻ, പക്ഷെ അതിന് മാമൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മണി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തിരിച്ച് ചിന്തിക്കാനുള്ളൊരു കാര്യം നമുക്ക് ബി മാജിക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരുന്നാലും അത് നമുക്ക് ഓവർകം ചെയ്ത് നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി. വളരെ നല്ലൊരു ക്ലാസ് സാറേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, താങ്ക് യു പ്രീത മാം. ദെൻ വേറെ ആരാ സംസാരിക്കുന്നേ? മാജിക് മോർണിംഗ്. മാണി സാർ, മാജിക് മോർണിംഗ്. സാർ നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാം നമ്മുടെ ഉള്ളിലുള്ള പ്രതിഫലനമാണ് നമ്മൾ പുറത്ത് നമ്മൾ കാണുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ശരിയായിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ശരിയാകുന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല എന്നുള്ള സാറിന്റെ ക്ലാസ്സിൽ ഇപ്പം പറഞ്ഞ സമയത്ത് ഈ മൈൻഡ് സെറ്റിന്റെ കാര്യം, ഹാബിറ്റിന്റെ കാര്യം, നമ്മളെ ഇമോഷന്റെ കാര്യം, അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ സ്വിച്ചുകൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ജീവിതം സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പൊ ഏത് സന്ദർഭങ്ങൾ വന്നാലും നമുക്ക് അതിനെ അനുകൂലമായ രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് സാറ് പറഞ്ഞു. ഹാബിറ്റ് എങ്ങനെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് സെറ്റ്, നമ്മൾ ചിന്താഗതി കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചുറ്റുപാടുകളെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ഒരു നല്ല വിജയത്തിലേക്ക്, അല്ല ജീവിതം നല്ല സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിൽ വളരെ ഉപകാരപ്പെട്ട ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സോ മച്ച് സാർ. ഷീല മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓസ്റ്റിൻ സാർ നമസ്കാരം. തീർച്ചയായിട്ടും
എന്താണ് നമ്മുടെ ഒരു കുടുംബജീവിതത്തിൽ എങ്ങനെ കുടുംബം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഈ 3 പോയിന്റ് കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കുടുംബത്തിൽ എൻവയൺമെന്റിൽ നിന്നുണ്ടായാലും അതിനേക്കാൾ കൂടുതൽ ശക്തിയായിട്ടായിരിക്കും തിരിച്ചുള്ള പ്രതികരണം ഉണ്ടാകാറുള്ളത്. ഈ കമ്മ്യൂണിറ്റിയിലല്ല, അല്ലാതെ ഉള്ളവര്. അപ്പം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞ ഈ 3 ബട്ടൺസ് വളരെ ഉപകാരം ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിന്റെ സൊല്യൂഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്താണേലും വളരെ നല്ലൊരു ക്ലാസ്. എന്താണ് മൈൻഡ് സെറ്റും ഇമോഷണൽ സ്റ്റേറ്റിന്റെ കൺട്രോളും അതുപോലെ തന്നെ ഹാബിറ്റ് ഫോർമേഷനും ഒരിക്കലും മറക്കത്തില്ല സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സാർ. മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓസി സർ താങ്ക് യു സോ മച്ച്. നല്ല സെഷൻ ആയിരുന്നു. അപ്പൊ ഇതുപോലെ നെക്സ്റ്റ് സെഷനുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൻഡ് ദെൻ ഹാവ് എ നൈസ് ഡേ. Thank you so much, Govia. Thanks a lot. Thank you, Austin sir. Thank you all.